ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹൃദയഭാരത്തോടെ നഷ്ടബോധത്തോടെ ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ കരുണ തോന്നുന്ന ദൈവം അരുളി ചെയ്യുന്നു: മകനെ, മകളെ, ഞാൻ സകലതും നവീകരിക്കും. ഞാൻ ആദിയും അന്തവുമാണ്. ഞാനാണ് സകലത്തിൻ്റെയും നിയന്താവ്. ഞാനാണ് സകലത്തിൻ്റെയും അധിപൻ. ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങൾ, ഇവയെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, നീ ഭാരപ്പെടേണ്ട. ഇവയെല്ലാം മാറിപ്പോകും. നിന്നെ ചുറ്റി വളഞ്ഞിരിക്കുന്ന നഷ്ടങ്ങളും വേദനകളും ഖേദങ്ങളും ദുഃഖവും ഭയവും പ്രതിസന്ധികളും നിന്നെ ഭയപ്പെടുത്തുന്ന സകലതും മാറിപ്പോകും. ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് സംരക്ഷണം നൽകും. നഷ്ടമെന്ന് നാം കരുതുന്നതെല്ലാം നാളെ നിന്റെ ലാഭത്തിനു വേണ്ടി കർത്താവ് അത് മാറ്റിത്തീർക്കും. ഈ പ്രതിസന്ധിയിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടത്. എത്രയൊക്കെ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിട്ടും നമുക്ക് ചുറ്റുമുണ്ടാകുന്ന, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മെ കർത്താവിലേക്ക് വീണ്ടും ഒന്നിപ്പിക്കുന്നതിൻ്റെ അടയാളമാണ്. കർത്താവിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നതിൻ്റെ അടയാളങ്ങളാണ്. അതിനാൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. ഈ പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിനെ വിളിക്കുക. അവിടുന്ന് വിളി കേൾക്കും. ഈ പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ ശക്തനായ ദൈവത്തെ വിളിക്കുക. അവിടുന്ന് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ദുരിതാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവിനെ, സമസ്ത സ്രഷ്ടാവായ ദൈവത്തെ വിളിക്കുക. അവിടുന്ന് നിങ്ങളെ ശക്തമായ കരം കൊണ്ട് നിങ്ങളെ ഉയർത്തും. അവിടുന്ന് അരുളി ചെയ്യുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ സകലതും നവീകരിക്കുന്ന ദൈവം, നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കുന്ന ദൈവം ഈ രാത്രിയിൽ നിനക്കാശ്വാസവും സുരക്ഷിതത്വവും സംരക്ഷണവും സമാധാനവും നൽകി, നല്ല ഒരു ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഭയപ്പെടരുത്, കർത്താവ് കൂടെയുണ്ട്. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വെളിപാടിൻ്റെ പുസ്തകം 21 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു: ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു: ഇതാ, സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു: എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ നീ കാണണമേ. അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള ശക്തിയും ബലവും സന്തോഷവും സമാധാനവും നൽകി, പുതിയ പ്രത്യാശ നൽകി, പ്രതീക്ഷ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒപ്പിയെടുത്ത് ഇവരെ ആശ്വസിപ്പിക്കണമേ. ഈ രാത്രിയിൽ ഇവരെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഭയത്തിൻ്റെ താഴ്വരയിൽ കഴിയുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ.
വിശ്വാസം വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ധൈര്യവും ശക്തിയും കൊടുക്കണമേ. ഈ രാത്രിയിൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടേണ്ടതില്ല. ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും യുദ്ധവും അസമാധാനത്വവും മാറിപ്പോകും. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ അതൊന്നും എന്നെ ബാധിക്കുകയില്ല. എത്രയൊക്കെ ദുഃഖം വാരി വിതറുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമെങ്കിലും നിങ്ങൾ അധൈര്യപ്പെടരുത്. ഈ പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യുക. ഈ പ്രതിസന്ധിയെ ഇതൊരു വെല്ലുവിളിയായി കണ്ട്, നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു വെല്ലുവിളിയായി കണ്ട് ഇതിനെ നിങ്ങൾ ദൈവകരങ്ങളിൽ നിന്ന് തന്നെ സ്വീകരിക്കുക. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ഈ പ്രശ്നങ്ങൾക്ക് കാരണക്കാരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ എല്ലാത്തിനും സാത്താന് തലകുനിക്കേണ്ടി വരും. ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആർക്കും നിങ്ങളുടെ മുൻപിൽ തലകുനിക്കേണ്ടി വരും. അതിനാൽ ദൈവത്തിന് നിങ്ങൾ നന്ദി പറയുക. ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ചിതറിക്കുകയില്ല, നിങ്ങളെ ഭാരപ്പെടുത്തുകയില്ല, ഭയപ്പെടുത്തുകയില്ല, നിങ്ങളെ തളർത്തുകയില്ല, തകർക്കുകയില്ല എന്ന വിശ്വാസത്തോടെ ഈ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്ന ദൈവത്തെ ഓർത്ത്, ദൈവത്തെ നോക്കി, അവിടുത്തെ ശക്തിയെ നോക്കി, അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെ നോക്കി, അവിടുത്തെ കാരുണ്യത്തെ നോക്കി നിങ്ങൾ പറയുക, കർത്താവേ, ഈ പ്രശ്നങ്ങൾക്ക് മേലെ നിന്റെ ഇടപെടൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ സകലത്തിൻ്റെയും അധിപനാണ്, ഉന്നതനായ ദൈവമാണ്. അതിനാൽ എന്നെ തകർക്കാൻ ഈ പ്രശ്നങ്ങൾക്കൊന്നും ആവില്ല. എന്തെന്നാൽ ഈ പ്രശ്നങ്ങളെക്കാൾ ശക്തനാണ് എൻ്റെ കർത്താവായ ദൈവം. അവിടുന്നാണ് എനിക്ക് വേണ്ടി പൊരുതുന്നവൻ. അവിടുന്നാണ് എൻ്റെ ശത്രുക്കളെ എൻ്റെ കാൽ കീഴിൽ ആക്കി തകർത്ത് കളയുന്നത്. അവിടുന്നാണ് എനിക്ക് ധൈര്യം നൽകുന്നത്. ഞാൻ എന്തിനു ഭയപ്പെടണം? ഈ രാത്രിയിൽ കർത്താവിനെ നോക്കുക. അവിടെ നിന്നോളം നിങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർക്കുക. അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വചനങ്ങൾ നിങ്ങൾ ഓർക്കുക. കർത്താവ് ഇന്നുവരെ നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നത് ഓർക്കുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ കാണുക. ഒരു സൈന്യം മുഴുവനും നിങ്ങൾക്ക് ചുറ്റും പാളയമടിച്ചാലും വചനം പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. അതിനാൽ ആർക്കും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാതെ ഇത് ഒരനുഭവമാക്കി കർത്താവിലേക്ക് തിരികെ വരാൻ, കർത്താവിലേക്ക് കൂടുതൽ ആഗ്രഹത്തോടെ കർത്താവുമായി ഒന്നാകാനുള്ള ഒരു ഉപാധിയായി കണ്ട് ദൈവത്തെ വിളിച്ച് നന്ദി പറയുക. ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ഭയപ്പെടരുത്, എല്ലാം കർത്താവ് ക്രമീകരിക്കും. നാളെ നിങ്ങളൊരു വലിയ അത്ഭുതം കാണും. കർത്താവിൻ്റെ അത്ഭുതം സ്വീകരിക്കുവാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കുക. കർത്താവിനെല്ലാം സാധിക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിനെല്ലാം സാധിക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കുക. എൻ്റെ കർത്താവ് അനുവദിക്കാതെ ഒരു കാര്യവും ഈ ലോകത്തിൽ നടക്കുകയില്ല. നിങ്ങൾ വിശ്വസിക്കുക. ഇത് ഇപ്പോഴത്തെ ഈ അവസ്ഥ ദൈവം അനുവദിച്ചു എങ്കിൽ അത് ചിലരുടെയൊക്കെ മാനസാന്തരത്തിനും ചിലരുടെയൊക്കെ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരലിനുമുള്ള ആഹ്വാനമായി നിങ്ങൾ കാണുക. അതിനാൽ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ ഉയർത്താനാണ് എന്ന ബോധ്യത്തോടെ, എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കർത്താവിനെ വിളിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് കർത്താവിനെ ആരാധിക്കാനുള്ള നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും യാത്ര മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ അവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കാൻ ആരും നിങ്ങളെ തടസ്സപ്പെടുത്തുകയില്ല. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക. കർത്താവ് പുതിയ വഴി തുറക്കും. ചെങ്കടലിനെ പിളർന്ന കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, സർവശക്തിയോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. സമസ്ത സ്രഷ്ടാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുക. കർത്താവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക.
തീർച്ചയായും നിങ്ങൾക്ക് മുൻപിൽ അടഞ്ഞ വഴികൾ ഓരോന്നായി തുറക്കപ്പെടുന്നത് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കണ്ടിരിക്കും. നാളെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്. ഈ രാത്രിയിൽ ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക. നിങ്ങളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാത്ത അത്രമാത്രം അത്ഭുതങ്ങൾ ഇത് പ്രാർത്ഥിച്ച് കിടക്കുന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം കാണാൻ സാധിക്കും. ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ഇതോർത്ത് സന്തോഷിക്കുക. ഇതെല്ലാം മാറിപ്പോകും. നിങ്ങളുടെ സന്തോഷം എപ്പോഴും നിലകൊള്ളും. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിച്ചാൽ നിങ്ങളെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതിനാൽ വിശ്വസിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഭയപ്പെടരുത്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. നീ ഒറ്റയ്ക്കല്ല. കർത്താവ് ശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. അവിടുന്ന് നിന്റെ കരം പിടിച്ചിരിക്കുന്നു. അതിനാൽ ഈ രാത്രിയിൽ നീ ഭയപ്പെടരുത്. നീ വിശ്വസിക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അവിടുന്ന് മാത്രം മതി എനിക്ക്. കർത്താവാണ് എൻ്റെ എല്ലാം. ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും എൻ്റെ ദൈവമാണ് എനിക്ക് ലാഭം, എനിക്ക് നന്മ, എനിക്ക് സമാധാനം, എനിക്ക് സന്തോഷം. അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം? എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ ദൈവമേ നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ച് ഈ രാത്രിയിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് കിടന്നുറങ്ങാം. തീർച്ചയായും നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ രാത്രിയിൽ തന്നെ കർത്താവ് എടുത്തു മാറ്റും. അവിടുന്ന് നിങ്ങളെ കാത്തുകൊള്ളും. സമാധാനപരമായ നല്ല ഒരു ഉറക്കം ഈ രാത്രിയിൽ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുതാപത്തിനായി നീ ഒരുക്കുന്ന ഓരോ സാഹചര്യങ്ങളെയും കണ്ടില്ല എന്ന് നടിക്കാതെ ദൈവമേ അത് കേൾക്കുവാനുള്ള ആന്തരിക ശ്രദ്ധ നൽകി ഞങ്ങളുടെ ചെവികൾ തുറന്ന്, കണ്ണുകൾ തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് ഇതിലൂടെ ദൈവം എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്, ഈ പ്രാർത്ഥനയിലൂടെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് അത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അത് ശ്രവിക്കാൻ, അതനുസരിക്കാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ കരുതുന്നുണ്ട്. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രാർത്ഥനയാണ്. അനേകം പ്രാർത്ഥനകൾ യൂട്യൂബിലൂടെയും മറ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലൂടെയും നിങ്ങൾക്ക് കിട്ടും. എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളതാണ് എന്ന് എനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും. എന്തെന്നാൽ കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന ആരെയും കളിപ്പിക്കുന്ന പ്രാർത്ഥനയല്ല. നിങ്ങൾ വിശ്വസിക്കുക, അനേകം ചാനലുകളുണ്ട്, ലക്ഷക്കണക്കിന് ആരാധകരുണ്ട്, ലക്ഷക്കണക്കിന് കാണികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പ്രാർത്ഥന അത് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളുടെ ഹൃദയത്തെയാണ് സ്പർശിക്കുന്നത്. നിങ്ങളുടെ അന്തരാത്മാവിനെ സ്പർശിക്കുന്നതാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും. നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക. ദൈവം നിങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കും. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുവാൻ ഉള്ള ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെ 5 മണിക്കും രാത്രി 7 മണിക്കും ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ഈ പ്രാർത്ഥന. അതിനാൽ നിങ്ങൾ ഇത് മുടങ്ങാതെ കേൾക്കുക, ഇത് ഷെയർ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും എല്ലാ ദിവസവും രാത്രി 7 മണിക്കും ഈ പ്രാർത്ഥന റിലീസ് ചെയ്യുന്നുണ്ട്. അതിനാൽ നിങ്ങൾ ഇത് കേൾക്കുക, ഇത് പ്രാർത്ഥിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്കെടുക്കാനുള്ള ഉപദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. ദൈവം അതിനെ മാനിക്കും. അനുതപിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കരുത്. പാഴാക്കിയാൽ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഖേദിക്കേണ്ടി വരും എന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. അതിനാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിനെ ചെറുതായി കാണാൻ ശ്രമിക്കരുത്. കർത്താവ് അനുവദിക്കാതെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല. കർത്താവ് വിളിച്ചവർക്കല്ലാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കർത്താവിനെ അനുസരിക്കാനുള്ള തയ്യാറെടുപ്പ് ആക്കുക. തീർച്ചയായും ദൈവത്തെ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ
ദൈവത്തിൻ്റെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കുമ്പോൾ ദൈവത്തെയാണ് നിങ്ങൾ അനുസരിക്കുന്നത്, ഓർക്കുക. അതിനാൽ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഈ പ്രാർത്ഥനയെ നിങ്ങൾ ചെറുതായി കാണരുത്. നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പ്രാർത്ഥനയെ സ്വീകരിക്കുക. കർത്താവേ, ഇങ്ങനെ എന്നോട് ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. എൻ്റെ ആത്മാവിനെ തൊടുന്ന പ്രാർത്ഥന എനിക്കിതുവരെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. ആ സത്യം നിങ്ങൾ ഏറ്റുപറയുക, ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ സ്വീകരിക്കുക. അതോർത്ത് കർത്താവിന് നിങ്ങൾ നന്ദി പറയുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടാകും. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകും. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങളുടെ തടസ്സങ്ങൾ മാറിപ്പോകും. നിങ്ങൾക്ക് മേൽ കർത്താവ് കൃപയ്ക്കുമേൽ കൃപയൊഴുക്കും. വിശ്വസിക്കുക. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിൽ കൂടി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ, ഞങ്ങൾക്ക് യോഗ്യതയുണ്ടാകാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ സുഖപ്പെടുത്തി, ശരീരത്തെ സുഖപ്പെടുത്തി, മനസ്സിനെ സമാധാനപ്പെടുത്തി, സന്തോഷവും നൽകി, സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഭാരപ്പെടാതെ, ഭയപ്പെടാതെ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഉറങ്ങുക. അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കും. നാളെ നിങ്ങൾക്ക് മേൽ കർത്താവ് ചെയ്യുന്ന കൃപ നിങ്ങൾക്ക് കാണാനായി അവിടുന്ന് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വിളിച്ചുണർത്തട്ടെ. കർത്താവേ, അങ്ങേക്ക് നന്ദി. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക. അനേകർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഗുണം വരും. അനേകർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ദൈവസ്വരം ശ്രവിക്കാൻ സാധിക്കും, ദൈവത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും. അതിനാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.